പരിശുദ്ധമായ റമദാനു ഷരീഫ് കടന്നു വന്നപ്പോ എല്ലാവരും തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയിട്ടുണ്ട്. ഇനി എന്റെ പ്രിയമുള്ളവരെ, ഈ ക്ലാസ് കേൾക്കുന്നതോടുകൂടെ റമദാൻ കഴിഞ്ഞാലും യാതൊരുവിധ ക്ഷീണവും കൂടാതെ യാതൊരുവിധ മടിയും കൂടാതെ നമ്മൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാകുമെന്നുള്ളതാണ്. എന്താണ് അത് നാം ശ്രദ്ധിക്കേണ്ടത്, ഏത് വിക്റാണ് ചൊല്ലേണ്ടത് എന്ന് വിശദമായി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതിവിടണമെന്ന് കൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇമ്പോർട്ടന്റ് ആയ ഒരു ക്ലാസ് ആണ്. പരിശുദ്ധമായ റമദാൻ ഷരീഫ് കടന്നു വന്നപ്പോ പല സഹോദരിമാരും സഹോദരന്മാരും ഉപ്പമാരും തഹജ്ജുദ് നിസ്കാരം നിലനിർത്തിയവരായിരിക്കും. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഇനി റമദാൻ കഴിഞ്ഞാലും തഹജ്ജുദ് മടി കൂടാതെ നിസ്കരിക്കണം. ഒരിക്കലും ഖളാ ആകാതെ നിസ്കരിക്കണം. അതിനുള്ള ആത്മീയ വഴികളാണ്, ദിക്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത്. അള്ളാഹു കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ച് നമ്മൾക്കറിയാം. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, അഫ്ളലു സ്വലാത്തി ബഅദ സ്വലാത്തിൽ ഫരീലത്തി സ്വലാത്തുൽ ലൈലി. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം അത് തഹജ്ജുദ് നിസ്കാരമാണ്. അപ്പൊ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പോരിശ എത്രയാണ്? അലൈക്കും ബി സ്വലാത്തിൽ ലൈലി, നിങ്ങൾ രാത്രി തഹജ്ജുദ് നിസ്കാരം പതിവാക്കണേ. കാരണം അത് സ്വാലിഹീങ്ങളുടെ പതിവാണ്. അപ്പൊ സ്വാലിഹാണെങ്കിൽ അവർ തഹജ്ജുദ് നിസ്കരിക്കും. നിങ്ങൾ ഏത് സ്വാലിഹിനെ പരിശോധിച്ച് നോക്കുകയാണെ അവരൊക്കെ തഹജ്ജുദ് നിസ്കരിച്ചവരായിരിക്കും. ഹബീബായ തങ്ങള് തഹജ്ജുദ് നിസ്കരിച്ചവരാണ്. ഫാത്തിമ ബീവി തഹജ്ജുദ് നിസ്കരിച്ചവരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ആയിഷ ബീവി തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. അതുപോലെ തന്നെ നഫീസ റളിയല്ലാഹു അൻഹ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. അജ്മീർ ഖാജ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. മമ്പുറം തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. CM വലിയുല്ലാഹി തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളും ഉസ്താദുമാരും പണ്ഡിതന്മാരും ഒക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. കാരണം എന്താ? അത് സ്വാലിഹീങ്ങളുടെ പതിവാണ്. അത് സജ്ജനങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒരു നിസ്കാരമാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. മാത്രമല്ല നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ആ തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെ? ഈ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും നമ്മൾ നല്ല മനസ്സോടെ മനസ്സിലാക്കിയ പിന്നെ ഒരിക്കലും നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഒരു മടിയും കാണിക്കൂല. ഒരു മടിയും കൂടാതെ ഉറക്കിൽ നിന്ന് എണീറ്റുകൊണ്ട് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുമെന്നാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ തൃപ്തിയാണ്. പ്രിയമുള്ളവരെ, അള്ളാന്റെ രക്ഷയാണ്. അള്ളാന്റെ തൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടല്ലേ. വേറെ ആര് തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലും പടച്ച റബ്ബ് നമ്മളിൽ തൃപ്തിപ്പെടുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതോടെ തന്നെ നമ്മളെ ഖൽബിലേക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും. നമ്മളുടെ ടെൻഷനുകളൊക്കെ അത്ഭുതകരമായി നീങ്ങിപ്പോകുന്നതായി നമ്മൾക്ക് കാണാൻ കഴിയും. തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മളെ ഖൽബിനും നമ്മളുടെ ശരീരത്തിനും നല്ല ശക്തിയും നല്ല പവറും അള്ളാഹു നൽകും. എങ്ങനെ? തഹജ്ജുദ് നിസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ യജ്ലിബുർ റിസ്ക, പട്ടിണി കടക്കേണ്ടി വരില്ല. അള്ളാഹുവിന്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകും. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല. ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞ് ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു നമ്മൾക്ക് നൽകൂല. തഹജ്ജുദ് നിസ്കാരം ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ നിസ്കരിച്ചാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അലീമായ അള്ളാഹുവിനെ അറിയാനുള്ള കവാടങ്ങൾ നമ്മൾക്ക് തുറന്നു നൽകുന്നതാണ്. ഇലാഹിയായ വിജ്ഞാനം നമ്മൾക്ക് ലഭിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് ലഭിച്ചാൽ പിന്നെ നമ്മൾ മഹത്തുക്കളാവുകയാണ്, ഔലിയാക്കളിൽ പെടുകയാണ്, മാലാകമാരേക്കാൾ ഉന്നതരാവുകയാണ്. ആ ഭാഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഖിയാമത്ത് നാളില്
നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമാണല്ലോ ഖിയാമത്ത് നാള്. അവിടെ രക്ഷപ്പെടുത്താൻ ആരാരുമില്ല, നമ്മൾ ഒറ്റക്കായിരിക്കും. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, തഹജ്ജുദ് നിസ്കാരം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ നമ്മൾക്ക് രക്ഷയാണ്. ഹൗദുൽ കൗസർ ലഭിക്കും. അതുപോലെ തന്നെ ഹിസാബിന്റെ സമയത്ത് രക്ഷയാണ്. സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോഴും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, റമളാനിൽ മാത്രം തഹജ്ജുദ് നിസ്കാരം പതിവാക്കണ്ട. റമളാനിൽ മാത്രമുള്ള നിസ്കാരം തറാവീഹ് മാത്രമാണ്. റമളാനിൽ മാത്രമുള്ള നിസ്കാരമല്ല വിത്ർ നിസ്കാരം. റമളാനിൽ മാത്രമുള്ള നിസ്കാരമല്ല തഹജ്ജുദ് നിസ്കാരം. നിനക്ക് ജീവിതകാലം മുഴുവനും നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അല്ലാഹു നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ പല സഹോദരിമാരും ഉമ്മമാരും ഉപ്പമാരും പറയും, ഉസ്താദേ വല്ലാത്ത ക്ഷീണമായിരിക്കും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, വല്ലാത്ത പ്രയാസമാണ്, ശരീരാസകലം വേദനയാണ്, അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് എണീക്കാൻ കഴിയുന്നില്ല എന്ന് പല സഹോദരിമാരും പറയാറുണ്ട്. അതിനുള്ള 3 മന്ത്രം ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു, ശരിക്ക് കേട്ടോളിയും. ഒന്നാമത്തെ മന്ത്രം, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉളു എടുത്തുകൊണ്ട് മറ്റുള്ള ദിക്റുകളൊക്കെ ചൊല്ലി സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. ആ ദിക്ർ 33 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ്, അള്ളാഹുവേ നിന്റെ സർവ്വസ്തുതിയെ ഞാൻ വാഴ്ത്തുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതും 33 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 34 പ്രാവശ്യം അല്ലാഹു അക്ബർ, നീയാണ് വലിയവൻ അല്ലാഹ്, ഏത് ക്ഷീണത്തിനെയും തളർച്ചയെയും മാറ്റാൻ കഴിയുന്നവൻ നീയാണ്, നിന്റെ അടുക്കൽ ആരും എത്തുകയില്ല, നീയാണ് വലിയവൻ അല്ലാഹ് എന്ന് നമ്മൾ സമ്മതിക്കാണ്. അല്ലാഹു അക്ബർ. ഈ പറഞ്ഞ ദിക്റുകൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിർബന്ധമായും ചൊല്ലണം. ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. ഇൻഷാ അല്ലാഹ് രാവിലെ എണീക്കുമ്പോ യാതൊരു ക്ഷീണവും കൂടാതെ, യാതൊരുവിധ തളർച്ചയും കൂടാതെ നിങ്ങൾക്ക് എണീറ്റുകൊണ്ട് നിസ്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. യഥാർത്ഥമായി നല്ല ഈമാനോടെ നല്ല ഭക്തിയോടെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുവെ, നല്ല നിലക്ക് കൃത്യമായി ഖളാ ആകാതെ എല്ലാ ദിവസവും മടികൂടാതെ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. എല്ലാ കഷ്ടപ്പാടുകളും അകറ്റിത്തരണേ റബ്ബേ. എല്ലാ വേദനകളും അകറ്റിത്തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റബ്ബേ. ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ ഒരുപാട് മുറാദുകളുണ്ട്, ഹാസിലാക്കി തരണേ അല്ലാ. കഷ്ടപ്പാടുകൾ അകറ്റി തരണേ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.